أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم القبر أول منزل من منازل الآخرة. صدق رسول الله صلى الله عليه وسلم. مضى الدهر والأيام والذنب حاصل وجاء رسول الموت والقلب غافل. نعيمك في الدنيا سرور وحسرة وعيشك في الدنيا محال
وباطل واعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗളതൻ ചാരത്ത് ഒന്ന് പോയി ആണയാനും റൗള മണവാളനിൽ മുത്തിസലാമു ദൈക്കാനും റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി ആരംഭത്താഹവേ മുസ്തഫ നബി പൂമാനേ അലിവിൻ്റെ ലോകത്തെ വെണ്ണിലാവേ റസൂലോരേ ആരും കോതിക്കുന്ന സ്നേഹരാജ റസൂലോരേ അലിവിൻ്റെ കേദാര പുണ്യപൂവിൽ നബിയോരേ കനിയേണേ റാഹിമേ കനിവരോളു സുബ്ഹാനേ കരുണതൻ നോട്ടങ്ങൾ ഏകിടേണേ നീ ഹന്നാനേ റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി പുണ്യമദീന റൗള കാണാൻ കൊതിയാണേ ആമുത്തിൻ ചാരത്ത് ഒന്നു പോയാൽ നിറവാണേ പരിശുദ്ധ റൗള ശരീഫ് കാണാൻ കൊതിയാണേ ആമുത്തിൻ ചാരത്ത് ഒന്നു ചേർന്നാൽ നിറവാണേ കനിവരുളു റാഹിമേ കനിവ് നൽകു സുബ്ഹാനേ കരുണതൻ നോട്ടങ്ങൾ ഏകിടേണേ നീ ഹന്നാനേ റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർകളെ, ഈ മഹല്ലത്തിൻ്റെ കർമ്മധീരനായ ബഹുമാനപ്പെട്ട
ഷാഫിഈ ഉസ്താദ് അവർകളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ സഹപാഠിയുമായ ബഹുമാനപ്പെട്ട ബഷീർ ദാരിമി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട ഇഖ്ബാൽ ഉസ്താദ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ മേഖലകളിൽ എവിടെ വന്നാലും സ്നേഹത്തോടെ കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുഹൈബ് കൊതേരി, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പണ്ഡിതവരേണ്യന്മാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം ജീവന്റെ തുടുപ്പുള്ളപ്പോൾ ജീവകാരുണ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ സിട്ടാവായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത, മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മരതകമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ കാലൊച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷീക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ജീർണതയില്ലാതെ ജീവസുറ്റതാക്കി ജീവിച്ചു തീർക്കുവാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരുമ്മമാര്, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ സ്വർഗത്തിന്റെ ആരാമമാക്കി സ്വർഗത്തിന്റെ സന്തോഷമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. ഇന്ന് വിട പറഞ്ഞു പോയ കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇവിടെ കിടന്നുറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സിന്റെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ല, ഈ നാടിന്റെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉറൂസ് എന്ന് കേട്ടാൽ തന്നെ വളരെയേറെ സന്തോഷവും അതിലേറെ ആഹ്ലാദവും മനസ്സിന്റെ മനോമുഖരത്തിൽ ഒരുപാട് നല്ല നല്ല ചിന്തകൾ കടന്നു വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ കിടന്നുറങ്ങുന്ന മഹാനുഭാവന്റെ പേരിലൊരു ഫാത്തിഹ ഓതിയാൽ, ഒരു യാസീൻ ഓതിയാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള അടിയുറച്ച ആവേശവും സന്തോഷവും മനസ്സിന്റെ മനോമുഖരത്തിൽ മലീമസമില്ലാതെ കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും നല്ല സന്തോഷമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ആ ഒരു ആനന്ദത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കുറ്റം പറയുകയാണ് എന്ന് നമ്മൾ വിചാരിക്കാതെ, നമ്മുടെ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് സഹോദരങ്ങൾ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ഒരാൾ പോകുമ്പോൾ ആദ്യം ഒന്നാമത്തെ സഫിലേക്ക് എങ്ങനെയാണോ ഒരാൾ പോയിരിക്കുക, അതേ കൂലിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ദീന് പറയുന്ന സദസ്സിലേക്ക് ആദ്യം വന്നിരിക്കുന്ന ആളുകൾക്കുള്ളത്. അതുകൊണ്ട് ആ ഒരു കൂലി കരസ്ഥമാക്കാൻ ഇൻഷാ അല്ലാഹ് ചുറ്റുഭാഗത്തുള്ളവരൊക്കെ വിഷമമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിരുന്നാൽ അൽഹംദുലില്ലാ നമ്മുടെ സദസ്സ് ഭംഗിയാകും. അതുമല്ല, ഈ സദസ്സിന്റെ ഒരു മഹാത്മ്യമുണ്ട്. അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ ഒരു സ്ഥലം നമുക്കിവിടെ തയ്യാറാക്കി. ആ ഒരു സ്ഥലത്തിന് വല്ലാത്ത പുണ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിന്ന് കേൾക്കേണ്ട, ഒരുപാട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വേണ്ടുന്ന വിധേന കേൾക്കാനും പഠിക്കാനും
ഇരു കൂട്ടരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖത്തിലേക്കൊന്നും ഞാൻ നീട്ടിപ്പരത്തി പറയാതെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഈ ദുനിയാവിൻ്റെ ആഡംബരത്തിലും ഈ ദുനിയാവിൻ്റെ ആഭാസരത്തിലും ഈ ദുനിയാവിൻ്റെ ചതികളിലുമായിട്ട് മനുഷ്യൻ മനസ്സുകൊണ്ട് മലീമസമായി അഹന്തയുടെ ആർഭാടത്തിൻ്റെ ആഭാസരത്തിൻ്റെ അലോസരതയുടെ ആഴക്കടലിലേക്ക് കണ്ടുപോവുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല. ആ ഒരു ചിന്തയില്ലാതെ ഈ ദുനിയാവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ ഓരോ കാര്യങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇവിടെ ചർച്ച ചെയ്തതാണ്. ചർച്ചകൾ ചെയ്തുകൊണ്ട് കടന്നുപോയതാണ്. അങ്ങനെ ആ ഒരു ചർച്ചയുടെയും ആ ഒരു മാറ്റത്തിന്റെയും രീതിയിലൂടെ ജീവിതം മാറ്റുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു ദീന് പറയുന്ന സദസ്സിന് ഒരർത്ഥമുള്ളൂ. അതല്ലാതെ കുറേ ദിവസം നമ്മളിവിടെ വഅദ് വെച്ചു, ആ വഅദുകളൊക്കെ നമ്മൾ കേട്ടു, ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളഞ്ഞാൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും ഇവിടെ വന്നതിനും ഒന്നും ഒരർത്ഥമുണ്ടാകില്ല. അള്ളാഹുവിനെ സ്നേഹിച്ച, അള്ളാഹുവിനെ ആദരിച്ച, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ മനോമുഖരത്തിൽ കൊണ്ടുവന്ന മഹാനുഭാവൻ അന്തിവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഈയുള്ള പരിശുദ്ധമാക്കപ്പെട്ട പോരിശേറിയ മണ്ണ്. ഇവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് കേൾക്കുമ്പോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകളെ കുറിച്ച് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാകില്ല. ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകളെ പെറുക്കിയെടുത്തു കൊണ്ടുവന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നു പോയിട്ടുള്ള മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വളരെയേറെ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അതിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പോകാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോയി അള്ളാഹുവിന്റെ ഹബീബിന്റെ അതരങ്ങളിലൂടെ ഓരോന്നും അടർന്നു വീഴുമ്പോ അത് പെറുക്കിയെടുക്കുന്ന മഹാനുഭാവന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടവും കഴിഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് 2-3 ചെറുപ്പക്കാർ കടന്നു വന്നു. ഈ 3 ചെറുപ്പക്കാർ കടന്നു വന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനും ചില കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും വേണ്ടിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപാടെ ഈ 3 ചെറുപ്പക്കാർ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് നന്നായിട്ട് നോമ്പ് നോക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഒരു ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്കൊന്നും കടന്നു വരുന്നില്ല. സദഖ ചെയ്യുന്നെങ്കിലും സക്കാത്ത് കൊടുക്കുന്നെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ യഥാർത്ഥമായ ഈമാനികമായ ഒരു ബന്ധം നമ്മളുടെ ഉള്ളിലേക്കൊന്നും കടന്നു വന്നിട്ടില്ല. ഈമാനികമായ ഒരു ചിന്ത ഒന്ന് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് അതിനുവേണ്ടി ചെയ്യുക എന്ന് ഒന്ന് പഠിപ്പിക്കുവോ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മഹാനുഭാവന ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നവരോട് പറയുകയാ, നിങ്ങൾ കയറിയിരിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ തട്ടിലേക്കൊന്ന് കയറിയിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്ന ആ മനുഷ്യരോട് കഥ പറയാൻ തുടങ്ങി, വാള് പറയാൻ തുടങ്ങി. ഈമാനികമായ ചിന്തയുണ്ടാക്കാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഇഖ്ലാസ് കടന്നു വരാ, അതുമാത്രവുമല്ല സന്തോഷത്തോടെ വിട പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ചെറുപ്പക്കാര് കടന്നു വന്ന പാടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ പ്രവർത്തനങ്ങളാണ് എന്നൊരു ചിന്ത ഓരോ മനുഷ്യന്റെ മനോമുഖരത്തിലും കടന്നു വരണം. ഏത് കാര്യം ചെയ്താലും, നിസ്കാരത്തിനായാലും, ഇനിയിപ്പോ നോമ്പ് നോക്കുമ്പോഴായാലും, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സിലേക്ക് വരുമ്പോഴായാലും, എല്ലാത്തിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നവരെ മനസ്സ് കൊടുക്കണം. അല്ലാഹുവിലേക്ക് നിസ്കരിക്കുമ്പോ, സ്വതക്ക ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദികളിലേക്കൊന്ന് കടന്നു വരുമ്പോ, അല്ലാഹുവേ വാളെങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ശൈലി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല കടന്നു വരേണ്ടുന്നത്. ശൈലിയില്ലാത്ത ഒരാള് പറഞ്ഞാലും യാ അല്ലാഹ് ഇതെന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയാണ്, ഈ ഒരു ദീനിന്റെ വേദിയിൽ നിന്ന് ഞാൻ മരിച്ചു പോയാ നിന്റെ സ്വർഗം എനിക്ക് ലഭിക്കുമല്ല അല്ലാഹ്, ഇതെന്റെ അവസാനത്തെ വാളാണ്. ഈ ഒരു ചിന്തയോടുകൂടിയിട്ട് നിങ്ങൾ കടന്നു വന്നു പോയാ നിങ്ങൾക്ക് രക്ഷയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ വന്നിട്ടുള്ള ചെറുപ്പക്കാരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാ. കാലം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാ. ഇബ്ലീസ് നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരാ, നമ്മൾ എല്ലാ സമയത്തും ചിന്തിക്കലാണ്, അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയെന്ന കർണപുടങ്ങളിലേക്കും നടിച്ചു കയറിയാൽ, അല്ലാഹുവേ ഇനി ഇതുപോലത്തെ ഒരു ളുഹറിന്റെ ബാങ്ക് കേൾക്കാൻ ഞാനില്ല, ഒരു അസറിന്റെ ബാങ്ക് കേൾക്കാൻ ഞാനില്ല, ഒരു ഇശാഇന്റെ ബാങ്ക് കേൾക്കാൻ ഞാനില്ല, നാളത്തെ സുബഹിന്റെ ബാങ്ക് കേൾക്കാൻ ഞാനില്ല അല്ലാഹ്. ഇതെന്റെ അവസാനത്തെ ളുഹറാണ്, എന്റെ അവസാനത്തെ അസ്റാണ്, എന്റെ അവസാനത്തെ സുബഹിയാണ്. അല്ലാഹുവേ എരുമാട് ഉറൂസിന് കടന്നു വന്നതാണ്, ഇന്നിവിടെ പ്രഭാഷണത്തിന് വേണ്ടി മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, കൂട്ടുകാരോടൊപ്പം കടന്നു വന്നതാണ്. യാ അല്ലാഹ് ഇനി എനിക്കൊരു പ്രഭാഷണത്തിന്റെ സദസ്സില്ലല്ലോ, എന്റെ മക്കളെ കാണാൻ പറ്റില്ലല്ലോ, എന്റെ കൂട്ടുകാരെ കാണാൻ പറ്റില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ കാണാ, ഇതുപോലെ മഹാനുഭാവന്റെ ചാരത്ത് വന്നിട്ട് പൊട്ടിക്കരയാ എനിക്കിനി കഴിയില്ലല്ല അല്ലാഹ്, ഇതെന്റെ അവസാനത്തെ ദിവസമാ. ഈ ഒരു ചിന്തയാണ് മുസ്ലിമേ നിനക്ക് വേണ്ടുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഓരോ മനുഷ്യരും ഈ വാള് പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് വാള് പറയുമ്പോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കണമല്ല, ഈ ഒരു വാളോട് കൂടി കഴിഞ്ഞു, ഇതെന്റെ അവസാനത്തെ വാളാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന വാളിന് ഒരു ഖിലാസ് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് കൂലി കിട്ടണമെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ ഉണ്ടാകുള്ളൂ. അതുപോലെ നിങ്ങളുടെയും കേൾക്കുന്ന നിങ്ങളുടെയും. ഇല്ലെങ്കിലോ ഏതായാലും കുറച്ചു നേരം നോക്കാം എന്നിട്ട് പോകാം, ഈ ഒരു ചിന്തയായിരിക്കും, ഈ ഒരു ചിന്തയായിരിക്കും. അത് പാടില്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഉബൈദ് എന്ന് പറയുന്ന ഒരാൾ എഴുന്നേൽക്കുകയാ. എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറയുമ്പോ, പാപ്പായെ വിട്ടുപിരിയുമ്പോ, ഉമ്മാനെ വിട്ടുപിരിയുമ്പോ, കൂടപ്പിറപ്പുകളെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ വിട്ടുപിരിയുമ്പോ, ഉസ്മാൻ തങ്ങളെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എനിക്ക് മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എനിക്ക് മരിക്കണം, അതിനുള്ള വല്ല വഴികളും ഒന്ന് പഠിപ്പിക്കുവോ? ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്റെ ഉമ്മമാരെ, നമ്മൾ ചിന്തിക്കാറുണ്ടോ അല്ലാഹുവേ ഈ ദുനിയാവ്
ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയാ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? ഈ ദുനിയാവിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോ ദുനിയാവിന്റെ എല്ലാ ചതികളും ഞാൻ എന്റെ മനസ്സിലേക്ക് വാരിയെറിയുകയാണ്. നീ കാക്കണേ അല്ലാ. ബാപ്പ കരയുമ്പോ, ഉമ്മ കരയുമ്പോ, കൂടപ്പുറപ്പുകൾ കരയുമ്പോ, എല്ലാവരും പൊട്ടിക്കരയുമ്പോ എനിക്ക് ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചൊല്ലി മരിക്കാ എനിക്ക് കഴിയണം ഉസ്മാൻ. അതിനുള്ള വഴികളെന്ന് പഠിപ്പിക്കുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒന്നാമതായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ, പൊന്നുമോനെ നിനക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ. എല്ലാവരും കരയുമ്പോ, കൂട്ടുകാര് കരയുമ്പോ, എല്ലാവരും നിലവിളിച്ചുകൊണ്ട് കരയുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിനക്ക് ഉറക്കെ ചൊല്ലാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതിന്റെ ഒന്നാമത്തേതാ അൽ ഹബ്ബു ലില്ലാഹ്. ഇന്ന് മനുഷ്യർ സിട്ടിജാലങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അള്ളാഹു പടച്ച പടപ്പുകൾക്ക് വേണ്ടിയിട്ട് സമയങ്ങൾ മാറ്റിവെക്കുമ്പോ, സമയങ്ങൾ കൊന്നുകളയുമ്പോ സിട്ടാവിനെ മതിമറന്ന് പോകുന്ന ഒരവസ്ഥയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മുമ്പിൽ കടന്നു വന്ന ചെറുപ്പക്കാരാ, പടച്ചവനെ മതിമറന്നുകൊണ്ട് ഓരോ സെക്കൻഡുകളെ കടന്നു പോയാ പൊന്നു മോനെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അൽ ഹബ്ബു ലില്ലാഹ്, ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹനെ സ്നേഹിക്കലാണ്. പടച്ചവനെ മനസ്സിന്റെ ഉള്ളിൽ നേരം വെളുക്കുമ്പോ എന്റെ റബ്ബേ നീയാണല്ലോ എനിക്ക് ആഫിയത്ത് തന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവിനെ സ്തുതിക്കലാണ്. അല്ലാഹു തന്ന ആരോഗ്യമാണ്, അല്ലാഹു തന്ന സന്തോഷം. അതുകൊണ്ട് പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എഴുന്നേൽക്കാൻ അള്ളാഹിനോടുള്ള സ്നേഹം. റബ്ബ് നമുക്ക് നല്ലൊരു ആഫിയത്തിട്ടല്ലോ, ആ ഒരു ചിന്തയോടെ അങ്ങനെ കടന്നു പോകണം. അപ്പൊ ചോദിച്ചു, അല്ല തങ്ങളെ അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പറഞ്ഞു അസ്സലാ, ഇത് നിസ്കാരമാണ്. നിസ്കാരമാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത. അതല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്? ഏതൊക്കെ കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അത് മുഴുവൻ നിസ്കാരത്തിലൂടെ ചോദിക്കാനല്ലേ. അതാണല്ലോ അള്ളാഹുവിന്റെ ഖുർആനും പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ബിസ്റക അല്ലദീ أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فإذا فرغت നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൻസബ് ഒന്ന് ഉഷാറായിട്ടിരിക്ക്. എഴുന്നേറ്റ് ഓടാനല്ലേ, ഒന്ന് ഉഷാറായിട്ടിരിക്ക്. വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും, നിന്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളും എല്ലാം അത് മാറണോ അള്ളാഹുവിലേക്ക് ചോദിക്കാൻ. ഫഇദാ ഫർഗത, നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ്, അലസന്മാരാകല്ലേ, ഒന്ന് ഉഷാറാക്. വഇലാ റബ്ബിക ഫർഗബ്, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും അള്ളാഹുവിലേക്ക് ചോദിക്കാനാ. നൂറുകണക്കാன പ്രശ്നങ്ങളാ നമുക്ക്, അതൊക്കെ ചോദിക്കണമെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ. അതിന്റെ ഒന്നാമതായി പഠിപ്പിച്ച നിസ്കാരം, അതിലൂടെ ചോദിക്കാനും നമ്മൾ ചെയ്യോ? നമുക്കതിനുള്ള സമയമില്ലല്ലോ. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുകയല്ലേ. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ വല്ലാത്തൊരു മഹാനുഭാവനാണ് ആമിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു. സക്കറാത്തിന്റെ ഹാലിലാണ്, വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാ. ബാപ്പ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കളെ കടന്നു വന്നിട്ട് ബാപ്പാടെ ചാരത്ത് നിന്നിട്ട് പൊട്ടിക്കറിയുകയാണ്. അല്ലാഹുവേ, ഇത്രയും ദിവസം നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞിരുന്ന, നമ്മളെ നോക്കിയിരുന്ന, നമ്മളോടൊപ്പം കടന്നു വന്നിരുന്ന നമ്മുടെ ബാപ്പ സക്കറാത്തിന്റെ ഹാലിലാണ്. അല്ലാഹ്
നമ്മുടെ ബാപ്പാന്റെ കാര്യം ഓർക്കുമ്പോ നമുക്ക് വിഷമം തോന്നുന്നു. അല്ലോ, ബാപ്പ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ അല്ലാഹുവേ പച്ച മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമക്കൾ പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. ആ ബാങ്കിന്റെ ധ്വനി ബഹുമാനപ്പെട്ട ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കർണപുടങ്ങളിലേക്കും നടിച്ചു കയറിയപ്പോ ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു മക്കളെ ആംഗ്യം കാണിച്ചുകൊണ്ട് വിളിക്കുകയാണ്. പൊന്നുമക്കള് ബാപ്പാന്റെ ചാരത്തേക്ക് ഓടി വരികയാ. ബാപ്പ എന്താ പറയുന്നേന്നറിയില്ല. ഒരു മകൻ ബാപ്പാന്റെ ചുണ്ടിലേക്ക് തന്റെ കർണപുടം ഒന്ന് ചേർത്തി വെച്ചു. ആ സമയത്ത് ബാപ്പയുടെ ചുണ്ടിൽ നിന്ന് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകുവാനാണ്, പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകുവാനാണ്. മക്കള് ചോദിച്ചു, ബാപ്പാ നിങ്ങളുടെ കാലിന്റെ ചലനം പോയില്ലേ? നിങ്ങളുടെ ശരീരങ്ങളൊക്കെ തണുത്തിട്ടില്ലേ? ഇനി എങ്ങനെയാണ് പടച്ചവന്റെ പള്ളിയിലേക്ക് പോവുക? ഇവിടെ കിടന്നൂടെ ബാപ്പ? അപ്പോഴാണ് ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മക്കളോട് പറയുന്നു, ഇല്ല, എന്നെ വിളിച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. പടച്ചവന്റെ പള്ളിയിൽ നിന്നാണ് ബാങ്ക് കേട്ടത്. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകണം മക്കളെ. ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമക്കൾ ചേർന്നിട്ട് തന്റെ ബാപ്പാനെ വാരിയെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാ. ആ പള്ളിയിലേക്കൊന്ന് കൊണ്ട് കിടത്തി അവിടെ ചരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. അവദാ ഒന്നാമത്തെ റക്അത്തിന്റെ ഒന്നാമത്തെ സുജൂദിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് മടങ്ങുകയാണ്. ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത്, പൊന്നുമോനെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ, അല്ലാഹുവിനെ സ്നേഹിക്കണമെന്നാണ്. ആ സ്നേഹം നിസ്കാരത്തിലൂടെയാണ്. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഒരുപാട് പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി എന്റെയും നിങ്ങളുടെയും കരുണപുടങ്ങളിലേക്കും നടിച്ചു കയറുമ്പോ ഓടി വരാറുണ്ടോ? ഒളിവെടുക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ആ സമയത്തും വഴിയോരത്ത് മാറി നിന്നുകൊണ്ട് കഥകള് പറയുന്ന, ചർച്ചകൾ ചെയ്യുന്ന എന്റെ പൊന്നുമോനെ നിനക്കടുക്കാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹ് ഇന്നലെ വരെ ഒരുപാട് പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി ഒന്ന് മുഴങ്ങി കേട്ടാൽ ഞാൻ അശ്രദ്ധനായിരുന്നല്ലോ. ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞാൽ നാളെ പടച്ചോന്റെ പള്ളിയിൽ സുബഹിന്റെ ബാങ്കൊന്ന് കേട്ടുപോയാൽ അവിടെ ഞാൻ ഉണ്ടാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ബാപ്പ എപ്പോഴാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ പോയത്? സക്കറാത്തിന്റെ ഹാലിലാണ്. നമ്മുടെ കാല് മുട്ട് വളയാതിരുന്നു പോയാലോ, കൈയൊന്ന് വേദനിച്ചു പോയാലോ, നിസാര ഒരു പനി വന്നു പോയാൽ അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിലേക്ക് വരാൻ കഴിയില്ല. പനിയായിരുന്നു ഉസ്താദേ, തലവേദനയായിരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് 100 കാരണങ്ങൾ കണ്ടുപിടിക്കുന്നവരാ നമ്മള്. എന്നാ സക്കറാത്തിന്റെ ഹാലിലാണ് പടച്ചവന്റെ പള്ളിയിലേക്ക് പോയത്. ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിൽ ഉണ്ടാകട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ എങ്ങനെയാണ് കടന്നു പോകുന്നത്? മലദ്ദഹുറു വൽ അയ്യാമു വല്ലംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി والقلب غافل نعيمك في الدنيا سرور وحسرة وعيشك في الدنيا
മുഹാലു വബാതിലു മലദ്ദഹുർ വൽ അയ്യാ. 2010, 12, 13, 14 എല്ലാം കടന്നുപോയി, 15 കടന്നുപോയി, 16ലേക്കാ നമ്മൾ വന്നത്. എന്തേ നമുക്കുള്ളത്? ഒരുപാട് നിസ്കാരങ്ങളുണ്ടോ? ഒരുപാട് സുജൂദുകളുണ്ടോ? ഒരുപാട് ഖുർആൻ പാരായണമുണ്ടോ? വല്ലംബു ഹാസിലു വല്ലംബു ഹാസിലു. കണ്ണുകൊണ്ട് കാതുകൊണ്ട് ചെയ്തു കൂട്ടിയ ആയിരക്കണക്കല്ല 10,000കണക്കാന പാപങ്ങളല്ലാതെ ഒന്നും നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിലില്ലല്ലോ. വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നല്ലോ, മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നല്ലോ. പണ്ട് എരുമാട് പള്ളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് നല്ലതുപോലെ സുജൂദ് ചെയ്തു പോയ ബാപ്പ, നല്ലതുപോലെ അള്ളാഹുവിന് വേണ്ടി അത്തഹിയ്യാത്ത് ഇരുന്നു പോയ ബാപ്പ, ഇന്നെന്തേ കാലൊന്ന് ചലിക്കുന്നില്ല, കാലിന്റെ മുട്ട് വളയുന്നില്ല, കസേര ഇട്ടുകൊണ്ടാ നിങ്ങളുടെ നിസ്കാരം? എന്തേ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, മാസങ്ങൾ കഴിഞ്ഞില്ലേ, മണിക്കൂറുകൾ കഴിഞ്ഞില്ലേ? വജാ റസൂലുൽ മൗത്. എല്ലാ അടയാളങ്ങളും കടന്നു വന്നിട്ടും വൽ ഖൽബു ഗാഫിലു. നമ്മുടെ ഖൽബ് അശ്രദ്ധമാണ്. അല്ലാഹുവേ, കഴിഞ്ഞ കൊല്ലം ചലിച്ചതുപോലെ, കഴിഞ്ഞ കൊല്ലം ഇരുന്നതുപോലെ, കഴിഞ്ഞ കൊല്ലം നടന്നതുപോലെ ഇന്നെനിക്ക് ഇരിക്കാനും നടക്കാനും കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ, മരണത്തിന്റെ അലാമത്തുകളാണല്ലോ ഇതൊക്കെ എന്ന് ചിന്തിച്ചുകൊണ്ട് അന്നിട്ടെങ്കിലും അല്ലാഹുവിലേക്കൊന്നടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ പാഠം പഠിച്ചു പോയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്തത് അൽ ഹുബ്ബു ലില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കാനാണ്. ആ സ്നേഹം അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞത്. മരണം എപ്പോഴും വരട്ടെ, മരണം ഏത് സമയത്ത് കടന്നു വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലി നമുക്ക് മരിക്കണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. എന്തിന്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാത്തിന് ഇവിടെ ഒരുപാട് സലാത്തിൽ ആളുകളല്ല ഉറക്കെ ചൊല്ലി മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചേ? ബാങ്കിനെ ബഹുമാനിക്കണമെന്നാ. ബാങ്കിനെ ബഹുമാനിക്കണമെന്നാ. ഇവിടെ പള്ളിയിലെ ഉസ്താദ്മാരെ ബഹുമാനിക്കില്ല, പിന്നെ ഇവിടുത്തെ ബാങ്ക് അല്ലേ? ബാങ്കിനെ ബഹുമാനിക്കണം. ബാങ്കിന് എത്ര ശൈലിയില്ലാത്ത ഒരാള് വിളിച്ചാലും അള്ളാഹുവിന്റെ ഒരു വിളിയാളമാണ്. ഇന്നിപ്പോ എന്താ പറയാ, ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരു 5-6 കൊല്ലമായല്ലോ, ഈ പകയിന് പോവാറായിട്ടില്ല, എത്രയോ മുക്രിമാര് മാറി മാറി വരുന്നുണ്ട്, ഇവ എന്തേ പോവാത്ത എന്ന ചോദ്യം അല്ലേ? ബാങ്ക് കേട്ടാൽ മനസ്സിന് കുളിർമയുണ്ടാകുക അള്ളാന്റെ ഹബീബിന്റെ വാക്കാണ്. ബാങ്കിന് കുളിർമ, സന്തോഷത്തിന്റെ ഓരോ വാക്കുകളാണല്ലോ. എത്ര രസമുള്ള എല്ലാ സംഗീതവും എല്ലാ പല്ലവിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന അള്ളാഹുവിന്റെ ഖുർആനിലാണ്, രണ്ട് അള്ളാഹുവിന്റെ ബാങ്കിലാണ് അല്ലേ? മദീനത്തൊക്കെ പോയി എന്തൊരു രസമാണ് അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ ബാങ്കിന്റെ ധ്വനി എത്രയോ മാധുര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, എന്റെ സ്വഹാബത്തെ ആ ബാങ്കിനെ നിങ്ങൾ ബഹുമാനിക്കണം. ആ ഒരു ബാങ്കിനെ നിങ്ങൾ ബഹുമാനിക്കണമെന്നാ. അതിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു നാളെ ചോദിക്കൂലേ? ഉറപ്പായിട്ടും ചോദിക്കും. അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുടിയുടെ ആ ചാരത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഖീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം നഅതികും നദീർ ഖാലൂ بلى قد جاءنا
جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു നരകത്തിന്റെ പടുകുഴിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും അലം നഅതികും നദീർ, അല്ലാഹുവിനെ ആദരിക്കണമെന്ന് പറയാൻ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണമെന്ന് പറയാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിനെ ബഹുമാനിക്കണമെന്ന് പറയാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരി കടന്നു വന്നിട്ടില്ലേ? നമ്മുടെ മുന്നറിയിപ്പുകാരാ? ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാ, രണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ പറയും ബല, വന്നിട്ടുണ്ട് റബ്ബേ, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഫകദബിനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈ, അല്ലാഹു നിന്റെ ഖുർആനിലൂടെ പറഞ്ഞത് മുഴുവനും ഞങ്ങൾ കളവാക്കി പടച്ചോനെ. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. റക്കൊന്ന് പറയും, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇവിടെ ഒരുപാട് സ്വാലിഹീങ്ങളില്ലേ, അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നാമീം പറ, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കാം, അല്ലാഹുവിലേക്ക് അടുത്തുള്ളിൻ, എന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും. ഇല്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയാ. അതുകൊണ്ട് ഒന്നാമത്തേതാ അൽ ഹുബ്ബു ലില്ലാഹ് എന്നവിടന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടന്ന് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, ഇനി ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മരിക്കുന്ന സമയത്ത് ഈ ദുനിയാവിന്റെ ഏതൊക്കെ ചതികള് നമ്മുടെ മേയിലേക്ക് വന്നു കയറിയാലും ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താ നമ്മളൊക്കെ രക്ഷപ്പെടുന്നതാണ്. അല്ലാഹുവിനെ വഴിപ്പെടുക, അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടുക. ഈ ഒരു കോലത്തിലാണ് നമ്മുടെ പോക്കെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ രക്ഷപ്പെടുമെന്ന. ഇന്ന് പടച്ചവനെ വഴിപ്പെടുന്നവരാരാ? പോട്ടെ, മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട് പഠിച്ച ഉസ്മാൻ തങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ കടന്നു പോയാൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ട് ഈ ദുനിയാവിന്റെ പുറത്തുകൂടി നിങ്ങളെ കടന്നു പോയാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ ഒരു ഇരിപ്പിടമുണ്ടെന്നാട്. എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോ ഒരു സ്വഹാബി കടന്നു വരികയാണ്. വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് സലാം പറയുകയാ, ഞാൻ മദീനക്കാരനാണ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ എന്റെ വീടിന്റെ തട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയ ആളാ. അങ്ങനെ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരുന്നത് പുണ്യനബിയാണ്. ഇവിടെ കിടക്കണ്ട, ഇവിടെ എഴുന്നേൽക്കുക. അവിടെ മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, ഉറക്ക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മുഖത്തേക്കൊന്ന് നോക്കുക എന്ന് പറഞ്ഞപ്പോ കടന്നു വന്നതാണ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ. അവിടത്തെ ഒരുപാട് കണ്ടിട്ട് പോയവനാണ്, കണ്ണു നിറയെ കണ്ടവനാണ്. എന്നാലും കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് സമാധാനം കിട്ടാ, എനിക്ക് സന്തോഷം കിട്ടാൻ ഈ മുഖമാണ് എനിക്ക് വലുത് നബിയേ. എനിക്ക് സന്തോഷം കിട്ടാൻ ഈ മുഖമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റ് വന്നതാ. വല്ലാത്തൊരു ആനന്ദമാണ് അവിടത്തെ മുഖത്തേക്ക് നോക്കുമ്പോ, വല്ലാത്തൊരു സന്തോഷമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടപ്പോൾ ആർക്കാ സന്തോഷമില്ല? فإذا نفخ في الصور أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുകയാ. എല്ലാവരും വരി വരിയായി വജാഅ റബ്ബുക വൽ മലകു സഫാ സഫാ, മലക്കുകളൊക്കെ വലയം ചെയ്ത് നിൽക്കുന്ന അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, അവിടുന്ന് എല്ലാം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ നബിയേ, നിങ്ങൾ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പദവിയിലാണ് നബിയേ. ഒരു പക്ഷേ അല്ലാഹു ഈ സാധുവായ എനിക്ക് സ്വർഗം തന്നു പോയാൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുമല്ല നബിയേ. എനിക്കൊരേ ഒരു ചോദ്യമേ ഉള്ളൂ നബിയേ, ഇവിടെ ചേർന്നിരിക്കുന്നത് പോലെ നാളെ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് സ്വർഗത്തിൽ ചേർന്നിരിക്കാൻ പറ്റുമോ? ഇവിടെ ഞാൻ ചേർന്നിരിക്കുന്നത് പോലെ ഈ സമക്ഷത്തിൽ
അവിടത്തെ സമക്ഷത്തിലേക്ക് ഞാൻ ഇരിക്കണ പോലെ എനിക്ക് നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ നബി എന്ന ചോദ്യം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് കുറച്ചു നേരം മൗനം പാലിച്ചു. ഉടൻ തന്നെ കടന്നു വന്നു ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ. ഉറങ്ങല്ലേ, ഉറക്കെ പറയും, ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയേ പറഞ്ഞു കൊടുത്തേക്ക്, അല്ലാഹുവിനെ വഴിപ്പെടുന്നതാരാ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതാരാ, അല്ലാഹുവിന്റെ ഹബീബിനെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാരാ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചേരുന്ന സ്വർഗം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടന്നു വരുന്ന സ്വർഗം, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ ഹബീബന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ റബ്ബിന്റെ ഖുർആനിന്റെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ തത്വസംഹിതകളെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കുമെന്ന് അടിയുറ വെക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തു പോയാൽ നാളെ സ്വർഗീയ ലോകത്ത് ഉമറിനോടൊപ്പം, ഉസ്മാനോടൊപ്പം, അലിയിനോടൊപ്പം റളിയല്ലാഹു അൻഹും ഇവരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും നബിയെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആർക്ക് വേണ്ടി പറഞ്ഞെന്നറിയോ? ആർക്ക് വേണ്ടി? ലോക മുസ്ലിമുകൾക്ക് വേണ്ടിയാ, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാ, സാധുവായ എനിക്ക് വേണ്ടിയിട്ടാ, നമുക്കൊക്കെ വേണ്ടിയാണ് അന്നിങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്ക് പറ്റും. അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ മതി, അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് വെച്ചാൽ മതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നാണ്. സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോണ വലിയ വിഷയം. അതുകൊണ്ട് നമുക്ക് ആകപ്പാടെ ഉള്ളത് ഒരു ദിവസം 2 മണിക്കൂറായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നെറ്റിപ്പറ്റി പറയാൻ പറ്റില്ല, പെട്ടെന്ന് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവേ, ഈ ലോകത്തുനിന്ന് ഞാൻ പിരിഞ്ഞു പോകും. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഒന്ന്, അല്ലാഹുവിനെയും ഹബീബിനെയും വഴിപ്പെടുക. 2, മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാവുക. ഈ ചിന്ത നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിലേക്കൊന്ന് കടന്നു വന്നാൽ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകും. മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിടക്കാൻ പറ്റൂല, നന്നായിട്ട് നമുക്കൊന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഈ ലോകത്ത് നിന്ന് പിരിയല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ഏത് സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ ദാരിമി ഉസ്താദ് അവിടെ ആദ്യം പാടിയല്ലോ, തുഅമ്മീലു ഫിദ്ദുനിയാ തുബീലു വലാ തദ്രി ഇദാ ജന്ന ലൈലുൽ ഹൽ തഈശു ഇലാ ഫജ്രി വകം മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൽ ആശ ദഹ്റൻ ഇലാ ദഹ്രി തുഅമ്മീലു ഫിദ്ദുനിയാ തുവീലം വലാ തദ്രി. ഈ ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? ഇദാ ജന്നല ഇൻഹൽ തഈശു ഇലാ ഫജ്രി, പ്രഭാതമായി കഴിഞ്ഞാൽ പ്രദോഷത്തിലേക്ക് എത്തുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ചോദ്യമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ ചിന്തൊന്നും വേണ്ടട്ടോ. വകമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, ഒരു രോഗമില്ലാതെ, ക്യാൻസർ ഇല്ലാത്ത, അറ്റാക്ക് വരാത്ത, ഒരസുഖവുമില്ലാത്ത എത്ര ആളുകളാണ് നമ്മൾ നിന്ന് പിരിഞ്ഞു പോയത്. നമ്മളോടൊപ്പം സംസാരിച്ചിരുന്ന, നമ്മളോടൊപ്പം മിണ്ടി പറഞ്ഞിരുന്ന പല ആളുകളും പെട്ടെന്ന് പോയി. നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റില്ലല്ലോ. വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിച്ചേ മതിയാകൂ.